കൊരിന്ത്യ ലേഖനത്തിൽ നിന്നാണല്ലോ ചിന്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 1-ാം അധ്യായത്തിന്റെ 10 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് പഠിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവസഭയിലുള്ള വിഷയങ്ങളെയാണ് പൗലോസ് അഡ്രസ് ചെയ്യുന്നത്. 7-ാമത്തെ അധ്യായം മുതൽ കൊരിന്ത്യ സഭയിൽ തനിക്ക് ലെറ്ററിൽ തന്നോട് ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, തൻ്റെ അഭിപ്രായം പറയുന്നു. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആദ്യത്തെ 1-2 അധ്യായങ്ങളിൽ നാം കാണുന്നത്, ആദ്യം തന്നെ പൗലോസ് അഡ്രസ് ചെയ്യുന്ന ഒരു കാര്യം ദൈവസഭയിലുള്ള വിഭാഗീയതയാണ്, ദൈവസഭയിലുള്ള ഡിവിഷൻസ് ആണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ വിളിയെ അവർ മറന്നുപോയി. അപ്പോൾ ആ വിളിയെ ഓർക്കുക എന്നുള്ള ഒരു പദം, ഒരു വാക്യം നാം 1-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ നാം തുടർന്ന് ചിന്തിക്കുന്നത് ക്രൂശിന്റെ വചനം, ആ മെസ്സേജ് മറന്നുപോയി. മറ്റ് മെസ്സേജസ് ഒക്കെ കേൾക്കുവാനായിട്ട് തുടങ്ങി. ഒരുപാട് ഫിലോസഫേഴ്സും ഒരുപാട് അല്ലാത്ത ടീച്ചിങ്സും ഒക്കെ ദൈവസഭയിൽ കടന്നു വന്നു. അപ്പോൾ ആ ക്രൂശിന്റെ വചനം മറന്നുപോയ അവരെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് 2-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു. 3-ാമത്തെ അധ്യായത്തിൽ ദൈവസഭയെക്കുറിച്ചുള്ള 3 പിക്ചേഴ്സ് അവിടെ പൗലോസ് വരച്ച് കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒന്ന്, ദൈവസഭ ഒരു ഭവനമാണ്. ആ ഭവനത്തിൽ പല മെച്യൂരിറ്റിയിലുള്ള, പല പ്രായത്തിലുള്ള വ്യക്തികളുണ്ട്. ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവർ ശിശുക്കളാണ്. ഓരോ നിമിഷവും അവർ വളരണം. ഓരോ തിരുവചനത്തിലൂടെയും അവരടുത്ത ഒരു ലെവലിലേക്ക് കയറണം. പൗലോസ് പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നുവെങ്കിലും നിങ്ങൾ ശിശുക്കളെ പോലെയാണ്. പാല് മാത്രമേ നിങ്ങൾക്ക് കുടിക്കുവാനായിട്ട് ഇതുവരെ കഴിഞ്ഞുള്ളൂ. നിങ്ങൾ കട്ടിയായ ആഹാരങ്ങൾ ഇതുവരെ കഴിച്ചു തുടങ്ങിയില്ല. അപ്പോൾ മെച്യൂരിറ്റിയിലേക്ക്, അടുത്തൊരു മെച്യൂരിറ്റിയിലേക്ക് വളരുന്നതിനെ കുറിച്ച് 1-ാമത്തെ അധ്യായത്തിലെ തുടക്ക ഭാഗത്തിൽ നാം കാണുന്നു. 2-ാമത് കാണുന്നത് ഒരു കൃഷിയായിട്ടാണ്. അവിടെ പലര് നനച്ചു അവിടെ വളരുമാറാക്കിയത് ക്രിസ്തുവാണ്. ഇത്രയും ഭാഗമാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുവാനായിട്ടിടയായത്. അതിൻ്റെ 10-ാമത്തെ വാക്യം, 10-11 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 3-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. അവിടെ പറയുന്നു, എനിക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു പണിയെക്കുറിച്ച്, ഒരു ഭവനത്തിന്റെ പണിയെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു ഭവനത്തിന്റെ പണിക്ക് എന്ത് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നു, അതിന് എന്ത് അടിസ്ഥാനം, എങ്ങനെയുള്ള അടിസ്ഥാനം ഇട്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പൗലോസ് പറയുന്നു. പൗലോസിന്റെ പഴയ അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ കൊരിന്ത്യയിൽ വന്ന അപ്പോസ്തലനായ പൗലോസ് എങ്ങനെ പണി ആരംഭിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് താൻ പറയുന്നത്. അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ആദ്യം പറയുന്ന ഒരു പദം, താൻ ഇട്ട ഫൗണ്ടേഷൻ, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഓൺലി ഫൗണ്ടേഷൻ ഫോർ ദ ചർച്ച് ആൻഡ് അവർ ഫെയ്ത്ത്. അപ്പോൾ അനേക ഫൗണ്ടേഷനിൽ നമുക്ക് പണിയാനായിട്ട് പറ്റും. പൗലോസ് അതിന് നേരത്തെ ഉള്ള ഭാഗങ്ങളിലൊക്കെ പറയുന്നു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ട് ഞാൻ നിങ്ങളുടെ ഇടയിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ എല്ലാ മെസ്സേജിൻ്റെയും ഫൗണ്ടേഷൻ, അടിസ്ഥാനം ക്രിസ്തുവിലായിരുന്നു. ഇന്ന് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡിൽ ചിന്തിച്ചാൽ, ഇന്ന് നാം പണിയുന്ന നമ്മുടെ മെസ്സേജസിൻ്റെ ഒക്കെ അടിസ്ഥാനം ക്രിസ്തുവിലാണോ എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കണം. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നാം ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ, ആ മെസ്സേജ് വലിയ നല്ലൊരു മെസ്സേജ് ആയിരുന്നെന്ന് ആൾക്കാർ പറയുമോ, അതോ ആ മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് എത്ര വലിയവനായിരുന്നു, അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് അത്രയും മഹത്വത്തോടുകൂടെ ആൾക്കാരുടെ അകത്തൊരു പിക്ചർ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇപ്പം എല്ലാ ശുശ്രൂഷകളുടെയും അടിസ്ഥാനം, അല്ലെങ്കിൽ എല്ലാ ശുശ്രൂഷകളുടെയും പർപ്പസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലേക്ക്, ആ ഒരു ഫൗണ്ടേഷനിലേക്ക്, ആ ഒരു ആങ്കറിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ. കാര്യം,
ക്രിസ്തുവിൽ അടിസ്ഥാനമില്ലാത്ത ഉപദേശങ്ങൾ, പ്രത്യേകിച്ചും ഇന്ന് വേർപെട്ട സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് മാറി. ഒന്ന്, ഇപ്പോൾ പ്രോസ്പെറിറ്റി ആയിരുന്നു ഒരിക്കൽ, വിടുതലിൻ്റെ ശുശ്രൂഷ, വിടുതലിൽ അടിസ്ഥാനമിട്ട് പണിയപ്പെടുന്ന ശുശ്രൂഷകൾ. വളരെ പെട്ടെന്ന് ദൈവസഭകൾ വളരുന്ന ഒരു കാലഘട്ടം. അവിടെ എല്ലാം വിടുതലുകൾ നടക്കുന്നു, ആൾക്കാർ വരുന്നു. പക്ഷെ ഇതൊക്കെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് വിടുതലുകളിലാകുമ്പോൾ, ഞാൻ ഒരിക്കലും ഇതിനൊന്നും എതിരല്ല, പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലല്ലാതെ അടിസ്ഥാനമിട്ടതൊക്കെ കാറ്റും കോളും വരുമ്പോൾ ഇതെല്ലാം പുറകോട്ട് പോകുവാനായിട്ടിടയാകും. ഞാൻ പറഞ്ഞതിൻ്റെ സാരം അത്രയേ ഉള്ളൂ. നമ്മളൊരു വിടുതൽ കണ്ടു, ഒരു ആലയത്തിൽ കടന്നു വന്നു, അവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ കണ്ടു. അപ്പോൾ അവർക്കൊരു വലിയ സന്തോഷം, ഇവിടെ വലിയ വിടുതലുകൾ നടക്കുന്നു, അതുകൊണ്ട് ഞാൻ ആ മീറ്റിങ്ങിന് പോകും, അല്ലെങ്കിൽ ആ ചർച്ചിൽ പോകും. ഇത് അവരടിസ്ഥാനമിട്ടിരിക്കുന്നത് ക്രിസ്തുവിലല്ല, അവരടിസ്ഥാനമിട്ടിരിക്കുന്നത് ആ വിടുതലിലാണ്. അപ്പം ഇത് വലിയൊരു അപകടമാണ്. അപ്പം ഈ വിടുതലിൽ അടിസ്ഥാനമിട്ടിരിക്കുന്നു, റിവൈവലിൽ അടിസ്ഥാനമിട്ടിരിക്കുന്നു, മറ്റ് പ്രോസ്പെരിറ്റിയിൽ അടിസ്ഥാനമിട്ടിരിക്കുന്നു. നിങ്ങളുടെ കടങ്ങൾ മാറും, നിങ്ങളുടെ വിഷയങ്ങൾ മാറും, നിങ്ങളുടെ ദാരിദ്ര്യം മാറും. ഇതൊക്കെ പറയുന്നതിന് തെറ്റില്ല, ഇതൊക്കെ ഒരു സൈഡ് എഫക്റ്റായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൗലോസ് ഇവിടെ പറയുന്നു, ഞാൻ ബിൽഡിംഗ് വിത്ത് കെയർ, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത, ഞാൻ എന്ത് ചെയ്താലും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതായിട്ട് മാറണം. എൻ്റെ പ്രസംഗങ്ങളും എൻ്റെ പാട്ടുകളും എൻ്റെ ശുശ്രൂഷകളും എല്ലാം അവസാനം ഇവർക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം, അതിലെ ഓരോ ദിവസവും ആ ഒരാഴത്തിലേക്ക് കൊണ്ട് ചെല്ലുന്നതായിട്ട് മാറണം. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഫൗണ്ടേഷൻ വളരെ ക്ലിയർ ആണ്, ഫൗണ്ടേഷൻ ക്രിസ്തുവാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, തൻ്റെ സാക്ഷ്യങ്ങളൊക്കെ അനേക ശുശ്രൂഷകളിൽ താൻ പറയുന്നുവെങ്കിലും താൻ പറഞ്ഞതിൻ്റെ ആ അർത്ഥം ഇതിലെല്ലാം പുകഴ്ച, മഹത്വം ക്രിസ്തുവിലായിരുന്നു. അപ്പോൾ ക്രൈസ്റ്റ് ഈസ് ദ ഓൺലി ഫൗണ്ടേഷൻ ഫോർ ചർച്ച്. അത് വളരെ ക്ലിയർ ആയിട്ട് നാം മനസ്സിലാക്കണം. കാര്യം ഇന്ന് അനേക ചർച്ചകൾ ഉയരുന്നു, അനേക ചർച്ചകൾ വീഴുന്നു, അനേക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫോക്കസ് മാറിപ്പോകുന്നു. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നമ്മൾ മറ്റു പലതിൻ്റെയും പുറകെ പോകുമ്പോൾ ആ സ്നേഹമില്ലാതായി മാറുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു ചർച്ചിൽ ഒരുപാട് പേര് വരുന്നു, പക്ഷേ അവർക്ക് ക്രിസ്തുവിനെ അറിയത്തില്ല, ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയത്തില്ല, അവർ വാസ്തവമായും സുവിശേഷത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിച്ചിട്ടില്ല. പൗലോസ് ഇവിടെയും ആ മെസ്സേജിനകത്തും പൗലോസ് പറഞ്ഞു വരുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, വലിയ മെസ്സേജസ് ഒന്നും വേണമെന്നില്ല. ക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ച് പ്രസംഗിച്ചാൽ ആ സിമ്പിളായിട്ടുള്ളൊരു മെസ്സേജ്, എനിക്ക് മറ്റൊന്നും പറയാൻ അറിഞ്ഞുകൂടാഞ്ഞത് കൊണ്ടല്ല, പക്ഷെ ആ ഗോസ്പലിന് ഒരു പവറുണ്ട്. അത് മറ്റുള്ളവരുടെ മുമ്പിൽ അതൊരു ഫൂളിഷ്നെസ് ആണെങ്കിലും ഈ ഗോസ്പലിനൊരു പവറുണ്ട്. ആ പവറിലാണ് വ്യക്തികൾ വിടുവിക്കപ്പെടേണ്ടത്, ആ പവറിലാണ് വ്യക്തികൾ ദൈവസഭയിലേക്ക് കടന്നു വരേണ്ടത്, ആ പവറിലാണ് ദൈവസഭയിലേക്ക് ഉറയ്ക്കേണ്ടത്. അങ്ങനെ ഉറയ്ക്കുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ നാളെ ഉണ്ടാകുന്ന കാറ്റിലോ അവിടെ പ്രതിസന്ധിയുടെ മധ്യത്തിലോ പരാജയത്തിലോ ഒന്നും ക്രിസ്തുവിനെ വിട്ടു പോകത്തില്ല. കാര്യം വ്യക്തികൾക്കൊക്കെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ കർത്താവിൽ ആകർഷിക്കപ്പെട്ട, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം രുചിച്ചറിഞ്ഞ ഒരു വ്യക്തി ഒരിക്കലും കർത്താവിനെ വിട്ടു പോകത്തില്ല. അപ്പൊ നമ്മുടെ ബേസിക് ഫൗണ്ടേഷൻ, പൗലോസോട് പറയുന്നു, എൻ്റെ ഫൗണ്ടേഷൻ ഈ ആലയം പണിയിൽ ക്രിസ്തു തന്നെയായിരുന്നു, മറ്റൊരു ഫൗണ്ടേഷനും ഞാൻ അവിടെ ഇട്ടിട്ടില്ല. പ്രധാന ശില്പിയായി അവിടെ പറയുന്നു, ഞാൻ ജ്ഞാനമുള്ള പ്രധാന ശില്പിയായി. ഇവിടെ ക്രിസ്തുവിൻ്റെ കോ വർക്കറായി നമ്മൾ തുടർന്ന് അതിന് മേലുള്ള ഭാഗങ്ങളിൽ നാം കാണുവാനായിട്ട് കഴിയും. കർത്താവിനോട് ചേർന്ന് നിന്ന് പണിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് പൗലോസിനെ അവിടെ വരച്ച് കാണിക്കുന്നത്. അവിടെ പറയുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ. അപ്പം വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മുടെ പണി. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്താലും കെയർഫുൾ ആയിരിക്കണം. നമ്മളൊരു ഓളത്തിനനുസരിച്ച് പോകുന്നവരായി മാറരുത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും വളരെ കെയർഫുള്ളായിട്ട് പണിയണം. പൗലോസ് പറയുകയാണ്, ഞാൻ അവിടെ ചെന്നു 4 പേരെ കണ്ടു, പരിചയമുള്ളവരെ എല്ലാം കൂടെ ചേർത്തൊരു മീറ്റിംഗ് തുടങ്ങിയതല്ല.
ഞാൻ വളരെ കെയർഫുള്ളായിട്ട് ആണ് ഈ ചർച്ചിൻ്റെ അടിസ്ഥാനമിട്ടത്. ഇന്ന് അവർ തെറ്റിപ്പോയപ്പോൾ പൗലോസ് തൻ്റെ പ്രാരംഭകാലത്തെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത് താൻ അവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇത് ദൈവത്തിൻ്റെ ഗ്രേസ് ആണ്. ഇറ്റ്സ് എ ഗോഡ്സ് ഗ്രേസ്. ഞാൻ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് പോകുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ പൗലോസ് പറയുന്നത്, ഞാൻ അവിടെ വന്നതല്ല, എന്നെ അവിടെ അയച്ചതാ. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്ന്, നമ്മൾ പോയി ചെയ്യുന്നതല്ല. പൗലോസ് പറയുന്നത്, ഞാൻ കർത്താവിനാൽ അയക്കപ്പെട്ടു, കർത്താവിനാൽ എന്നെ നിയോഗിച്ച് കർത്താവ് എന്നെ അവിടെ അയച്ചു. അവിടെ എന്നിലൂടെ ചെയ്തതെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ്, ബൈ ഹിസ് ഗ്രേസ്. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബിൽഡിംഗ് വിത്ത് കെയർ. ഹൗ വി ബിൽഡ് മാറ്റേഴ്സ്. അവർ ഡോക്ട്രിൻസ്, ക്യാരക്ടർ, മിനിസ്ട്രി അപ്രോച്ച്. ഇത് മൂന്നും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പലർക്കും ഈ ഡോക്ട്രിൻസ് ഒരുപക്ഷെ കുറച്ച് പഠിച്ചൊക്കെ നമുക്ക് പറയാൻ കഴിയുമായിരിക്കും. പക്ഷെ ക്യാരക്ടർ ഇല്ലാതെ നമുക്കൊരിക്കലും ഒരു ശുശ്രൂഷ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനായിട്ട് മാറാൻ കഴിയത്തില്ല. അങ്ങനെ ശുശ്രൂഷകൾ ചെയ്യുന്നതൊക്കെ ഒരു 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 വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാക്കും, മറ്റുള്ളവരെ കൂടെ തെറ്റിക്കുന്ന രീതിയിലേക്കായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിൽ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശുദ്ധരാണെന്നല്ല, അറ്റ്ലീസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ആ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവവചനത്തിൽ പൗലോസ് പറയുന്നു, എൻ്റെ ഡോക്ട്രിൻസ്, ക്യാരക്ടർ ആൻഡ് മിനിസ്ട്രിയുടെ അപ്രോച്ച്. മറ്റുള്ള ആൾക്കാരെ പുള്ളി ചെയ്യുന്നതായിരുന്നില്ല എൻ്റെ മിനിസ്ട്രിയുടെ അപ്രോച്ച് നിങ്ങളെ ആ ഫൗണ്ടേഷനിൽ വളർത്തുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ 11-ാമത്തെ 12 വാക്യങ്ങളൊന്ന് വായിക്കാം. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ഈ 11-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു അല്ലാതെ, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ വേറെ അടിസ്ഥാനം ഇടാൻ ആർക്കും കഴിയുകയില്ല. നമ്മൾ പലപ്പോഴും ഇന്ന് ന്യൂജൻ ചർച്ച്, ഓൾഡ് ചർച്ച്, ഇങ്ങനെയൊക്കെ ഒരുപാട് ചർച്ചസിനെ ഡിവൈഡ് ചെയ്ത് കാണാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതെല്ലാം ഈ ക്രിസ്തുവിലല്ലാതെ കാര്യമെല്ലാം നമ്മൾ പുതിയത് കൊണ്ടുവരുവാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കാര്യം പഴയതിനോട് താല്പര്യമില്ലാതെ പുതിയത്, എന്തെങ്കിലും പുതിയത് കാണുമ്പോൾ യൂത്തിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ പുതിയ കാര്യങ്ങൾ വേണം. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പുതിയത് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പൗലോസ് ഇവിടെ പറയാണ്, വളരെ ക്ലിയർ ആയിട്ട് പറയാണ്. എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൈസ വാങ്ങി ശുശ്രൂഷിക്കുന്ന ഒരുപാട് പേരെ കൊരിന്ത്യ സഭയിൽ ഗസ്റ്റ് പാസ്റ്റേഴ്സ് ആയിട്ട് കൊണ്ടുവന്നു. അവർക്കൊക്കെ പൈസ കിട്ടുന്നതായതുകൊണ്ട് അവരൊക്കെ അവരുടെ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളുടെയൊക്കെ വലിയ മാനിഫെസ്റ്റേഷനൊക്കെ നടന്ന ചർച്ച ആയതുകൊണ്ട് അതിനകത്തൊക്കെ ആൾക്കാർ ഒരുപാട് ഇതിനകത്ത് അങ്ങ് അട്രാക്റ്റഡ് ആയി, നല്ല മെസ്സേജ്, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവം, ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ പൗലോസ് പറയാണ്, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതെല്ലാം അടിസ്ഥാനം ക്രിസ്തു എന്നല്ലാതെ, ഈ യേശുക്രിസ്തു എന്ന അടിസ്ഥാനം അല്ലാതെ മറ്റൊന്നും ഇടാൻ ആർക്കും കഴിയത്തില്ല. എത്ര വലിയ ഫിലോസഫർ ആണെങ്കിലും, എത്ര വലിയ ജ്ഞാനിയാണെങ്കിലും, എത്ര വലിയ കൃപയുള്ള ആളാണെങ്കിലും എല്ലാവരും ഈ ഫൗണ്ടേഷനിലാണ് പണിയേണ്ടതെന്നുള്ള ഒരു വലിയ ഒരു മർമ്മം പൗലോസ്, വളരെ വലിയൊരു സത്യം പൗലോസ് കൊരിന്ത്യ സഭയെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാം ക്രിസ്തുവിന്റെ ആ ക്രൂശിൽ, യേശു ക്രിസ്തുവിൽ തുടങ്ങണം. യേശു ക്രിസ്തുവിൽ തുടങ്ങിയാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവിടെ എന്തുകൊണ്ട്? അവിടെ താഴ്മയുണ്ട്, അവിടെ സ്നേഹമുണ്ട്, അവിടെ നമ്മളെ തന്നെ ബോസ്റ്റ് ചെയ്യുന്നവരായിട്ട് മാറത്തില്ല. അവിടെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് അന്ന് ആ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലും അത് വലിയൊരു നിന്ദയായിട്ട് ആൾക്കാർ കണക്കാക്കുമ്പോൾ, ആ ഫൗണ്ടേഷനിൽ തുടങ്ങുന്നവര് അവരൊരിക്കലും സ്വയമായിട്ട് ബോസ്റ്റ് ചെയ്യുകയും വെല്ലുവിളിക്കുകയോ ഒന്നും ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറത്തില്ല. ഞാൻ അവിടെ കൊണ്ട് വിടട്ടെ. 12-ാം വാക്യത്തിലേക്ക് കയറാം. 12-ാം വാക്യത്തിൽ അവിടെ 6 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് അവിടെ പറയുന്നു. ഒന്ന്, ഈ എന്തുകൊണ്ട് പണിയുന്നു എന്നുള്ളത്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് സഭയിലെ ശുശ്രൂഷകന്മാർക്ക് മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ നാം
ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നാം എങ്ങനെയാണ് പണിയുന്നത്, നമ്മുടെ ആത്മീയ ജീവിതം നാം പണിയുന്നത്. നമുക്കൊക്കെ ഒരു പ്രായമായാൽ നമ്മുടെ അകത്ത് ഏറ്റവും വലിയൊരു ചിന്ത ഒരു ഭവനം പണിയണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് താമസിക്കാനായിട്ടുള്ള ഒരു ഭവനം പണിയണം, അത് മനോഹരമായിരിക്കണം. അത് എങ്ങനെയൊക്കെ പണിയണമെന്ന് നമുക്ക് നമ്മുടെ അകത്തൊരു താല്പര്യം കാണും. അതിന് ഏത് പെയിന്റ് അടിക്കണമെന്ന് നമുക്ക് ഒരു ചിന്തയുണ്ട്. നമ്മളെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ ആ ഒരു, പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചറിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റ് നമ്മൾ അതിനു വേണ്ടിയിട്ട് പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെ പണിയണം എന്നുള്ള ഒരു വലിയ ചിന്ത. ഞാനൊരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കട്ടെ. നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ഭവനം ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ ഭവനം എങ്ങനെ പണിയണം എന്നുള്ള ചിന്ത കാണുമായിരിക്കാം. പക്ഷെ നമ്മുടെ ആത്മീയ ഭവനം അത് എങ്ങനെ നാം പണിയുന്നു? നമ്മളോട് പറയുകയാണ്, ഇന്ന് നാട്ടിലെ ചുറ്റുപാടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കാതലില്ലാത്ത തടി കൊണ്ട് നമുക്ക് കതക് പണിയാൻ പറ്റും, കാതലില്ലാത്ത തടി കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പണിയാൻ പറ്റും. അതാകുമ്പം വില അധികം കൊടുക്കണ്ട, ചീപ്പാണ്, പെട്ടെന്ന് പണി തീരും, അധികം ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരത്തില്ല, കാണുമ്പോൾ അതുപോലെ നന്നായിട്ട് തന്നെ ഇരിക്കും. പക്ഷേ ഇത് അധികം നാൾ നിൽക്കത്തില്ല. ഇത് നാട്ടിലെ ഒരു ഭവനം പണിയുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ആത്മീയ ജീവിതത്തിൽ. നമുക്ക് വളരെ ചീപ്പായിട്ടാണ് നമ്മുടെ ആത്മീയ ജീവിതം പണിയാം. നമ്മളെ ബാധിക്കാത്ത, അധികം വില കൊടുക്കണ്ടാത്ത ചില കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് പണിയാം. അത് ഒരു മിനിമം അവിടെ ഒന്ന് ചെല്ലുക, മിനിമം ഞായറാഴ്ച മാത്രം ഒന്ന് ആരാധനയ്ക്ക് പോവുക, മിനിമം നമ്മുടെ ജീവിതത്തിനെ എഫക്റ്റ് ചെയ്യാതെ, നമ്മുടെ ഒരു കാര്യത്തിലും എഫക്റ്റ് ചെയ്യാതെ നമുക്ക് ഒരു ക്രിസ്ത്യനായിട്ട് ജീവിക്കാം. ഒന്നും വില കൊടുക്കാതെ ചീപ്പായിട്ടുള്ള മെറ്റീരിയൽ. ഇവിടെ 2 തരത്തിലുള്ള മെറ്റീരിയലിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ലാസ്റ്റിംഗ് മെറ്റീരിയൽ, ഗോൾഡ്, സിൽവർ, പ്രഷ്യസ് സ്റ്റോൺസ്. ഓ പ്രൈസ് ഗോഡ്. ഇത് അതുകൊണ്ട് നമുക്ക് പണിയാം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സത്യത്തിലും സ്നേഹത്തിലും ഹോളി സ്പിരിറ്റിലും ഒക്കെ നമുക്ക് പണിയാം. ഒരിക്കലും നമ്മുടെ ആത്മീയ ജീവിതം അതത്ര ചീപ്പായിട്ടുള്ള ഒരു കാര്യമല്ല. അതിന് നമുക്കറിയാം, ഒരുപാട് പേരും വില കൊടുത്തിട്ടുണ്ട്. അവരുടെ ബന്ധങ്ങൾ, അവരുടെ ജീവിതം, അവരുടെ ആരോഗ്യം, അവരുടെ സമയം, ഇതൊക്കെ നന്നായിട്ട് വില കൊടുത്ത് പണിയുന്ന കൂട്ടരുമുണ്ട്. ഇതൊന്നും ഇല്ലാതെ ചുമ്മാ ഒരു തട്ടിക്കൂട്ടിൽ കാര്യങ്ങൾ പണിയുന്ന വ്യക്തികളുമുണ്ട്. അങ്ങനെയാണ് 2 മെറ്റീരിയൽസിനെ കുറിച്ച് ഇവിടെ പറയുന്നു. പക്ഷെ ഇത് രണ്ടിൻ്റെയും ഒരു ടെസ്റ്റ് ചെയ്യും. ഇത് നമ്മൾ എൻജിനീയറിംഗ് ഭാഷയിൽ പറഞ്ഞാൽ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് അല്ല ഇതിലൂടെ കടത്തിവിടുന്നത്, ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിലൂടെ തന്നെ കടത്തിവിടും. അതാകുമ്പോൾ ഇതിനകത്ത് പ്യുവറായിട്ടുള്ള സംഭവം വെളിയിൽ വരും. ഇപ്പം സ്വർണത്തിനെ, അതിൻ്റെ ടെസ്റ്റിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തീയാണ് ഇതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. ഈ 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് മുഴുവനും പറയുന്നത് നിങ്ങൾ പണിയുന്ന നിങ്ങളുടെ ആത്മീയ ജീവിതം എന്തുകൊണ്ട് പണിയുന്നു എന്നുള്ളതാണ്. ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ബിൽഡിംഗ് ദ ടെമ്പിൾ. അപ്പോൾ ഇവിടെ പറയുന്നു, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുന്നു എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. 13-14 വാക്യത്തിൽ ഇവിടെ പറയുന്നു, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുന്നുവെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഇവിടെ 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ക്രിസ്തുവാകുന്ന ഫൗണ്ടേഷനിൽ പണിയുക. ഫൗണ്ടേഷൻ ഇട്ടു, ക്രിസ്തുവാണ് ഫൗണ്ടേഷൻ. നമ്മൾ ആ ഫൗണ്ടേഷനിൽ പണിയുവാണെങ്കിൽ നിങ്ങൾക്കൊരു നിത്യതയുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ അതിനെ ഒട്ടും വില കൊടുക്കുന്നില്ലെങ്കിൽ, ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്യും, സമയം ഉണ്ടെങ്കിൽ മീറ്റിങ്ങിന് പോകും. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മളെ ബാധിക്കാത്ത രീതിയിൽ, നമ്മുടെ ഒരു കംഫർട്ടിനെയും ബാധിക്കാത്ത രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യും. ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ വളരെ ചീപ്പായിട്ടാണ് പണിയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ആ തീയിലൂടെ കടന്നു പോകുമ്പോൾ ഇതെല്ലാം കരിഞ്ഞു മാറുവാനായിട്ടിടയാകും. ഇച്ചിരി വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രം നിലനിൽക്കും. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്.
ഈവൻ അത് ചർച്ചിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് പൗലോസ് പറയുന്നത്. ക്വാളിറ്റി ഇല്ലാത്ത വിടുതലും അല്ലെങ്കിൽ അനുഗ്രഹവും ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കും ബുദ്ധിമുട്ടില്ല, കേൾക്കുന്നവർക്കും ബുദ്ധിമുട്ടില്ല. അതേസമയം നമ്മളൊരു മാനസാന്തരത്തിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഇത് പോരാ, അതിനപ്പുറത്തോട്ട് നീങ്ങണം, ഇത്രയും ചെയ്താൽ പോരാ, അല്ലെങ്കിൽ ഇത്രയും ആത്മീയമായിട്ട് ജീവിച്ചാൽ പോരാ, പിന്നെയും നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർക്കും ബുദ്ധിമുട്ട്, പറയുന്നവർക്കും ബുദ്ധിമുട്ട്, ആകെപ്പാടെ പ്രശ്നം. അങ്ങനെയുള്ള ഒരു പണി ഇവൻ ചർച്ചിലാണെങ്കിൽ പോലും നമുക്ക് മെസ്സേജ് രണ്ട് രീതിയിൽ പ്രസംഗിക്കാം, വളരെ നന്നായിട്ട് രണ്ട് രീതിയിൽ പ്രസംഗിക്കാം. ഒന്ന്, ഈ വളരെ ചീപ്പായിട്ടുള്ള എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. രണ്ടാമത്തെ ഒരു രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ മെസ്സേജ് കേൾക്കാനൊന്നും വലിയ സുഖം കാണത്തില്ല. എല്ലാവർക്കും ചെവിക്ക് അത്ര അങ്ങോട്ട് രസമായിട്ടൊന്നും തോന്നത്തില്ല. എന്നെ കുത്തുവാണോ, അതോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു മാറ്റം വേണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ തൊടുന്നു കഴിയുമ്പോൾ എല്ലായിടവും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാകും. പക്ഷെ അങ്ങനെ പണിയപ്പെടുന്നതാണ് നിലനിൽക്കുന്നത്. അങ്ങനെ പണിയപ്പെടുന്നതാണ് ഒരു സാഹചര്യം വരുന്നാൽ പിടിച്ചു നിൽക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പണിത പ്രവൃത്തി നിലനിൽക്കുന്നു എങ്കിൽ. അത് വലിയൊരു ചോദ്യമാണ്. നമ്മുടെ നിലനിൽക്കുന്നതായിട്ടുള്ള പണികൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നാം പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. പിന്നെ 15-ാമത്തെ വാക്യം പറയുന്നു, ഓരോരുത്തൻ്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിലൂടെ അത്രേ എന്ന പോലെ അത്രേ. പറഞ്ഞു, ക്രിസ്തുവാകുന്ന ഫൗണ്ടേഷനിൽ നിങ്ങളുടെ പണി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഫൗണ്ടേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ പണിതെല്ലാം അവിടെ ചെല്ലുമ്പോൾ ഒന്നും കാണത്തില്ല. വെറും കൈയോടുകൂടെ നമുക്ക് നിൽക്കേണ്ടതായിട്ട് വരും. ആത്മാക്കളെ ദൈവസന്നിധിയിൽ നേടുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും കണ്ടിരിക്കുന്നത് കൊണ്ട് ആ വലിയൊരു പർപ്പസിലേക്ക് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നു. അതിൻ്റെ 16-17 വാക്യങ്ങളിലേക്ക് കിടക്കാം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ദൈവത്തിന്റെ മന്ദിരം, യു ആർ ഗോഡ്സ് ടെമ്പിൾ. ഇവിടെ നേരത്തെ പണിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഇതിനകത്ത് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ മന്ദിരത്തിന്റെ പ്രത്യേകത എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ദൈവസഭയിൽ ചിന്തിച്ച ഒരു കാര്യമാണ് ബാബേൽ ഗോപുരം. നമ്മൾ പണിയുന്നത് ഗോപുരമാണോ അതോ ടെമ്പിൾ ആണോ എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഈ ബാബേൽ ഗോപുരം അവർ പണിഞ്ഞപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് ചില പേരുണ്ടാക്കണം, നമുക്കൊരു പേരിവിടെ ഉണ്ടാകണം, നമ്മളെ 4 പേര് അറിയണം, നമുക്കൊരു സ്ഥാനം വേണം, നമുക്കൊരു മാനം വേണം. ഇങ്ങനെ അവർ വലിയ രീതിയിൽ ഇവരെല്ലാം ഒരുമിച്ച്, പക്ഷെ ഈ കാര്യത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പണിയുമ്പോൾ ദൈവത്തിന് തന്നെ തോന്നി ഇവരെ പണി പൊങ്ങുന്നുണ്ട്. കാര്യം നമ്മുടെ പ്രൈഡും നമ്മുടെ ആ ഒരു അംബീഷൻസും നമ്മുടെ ആ ടാലൻറ്റും എല്ലാം കൂടെ അങ്ങോട്ട് കൂടി ചേർന്ന് നമ്മളങ്ങോട്ട് പണിയുമ്പോൾ ആ പണിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു സ്റ്റേജ് വന്നപ്പോൾ ദൈവം തന്നെ അവിടെ ഇറങ്ങി വന്നിട്ട് ആ പണിയെ പൊളിച്ചു കളഞ്ഞു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് ദൈവത്തിന് വസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയല്ലായിരുന്നു. അവരുടെ പണി പ്രൈഡിനകത്തുണ്ടായ, അല്ലെങ്കിൽ അവരുടെ പണി അവരുടേതായ പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് പണിഞ്ഞ ഒരു പണിയാണ്. അത് തകർക്കപ്പെട്ടു. എന്നാൽ ദൈവവേദനയിൽ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, നിങ്ങളൊരു ടവർ പണിയുവാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ടെമ്പിൾ പണിയുന്നവരായിട്ട് മാറണം. നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ നാം പണിയുന്നത്, നാം ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത്, നാം പഠിക്കുന്നത്, ഇതൊക്കെ ഒരു ടവർ പണിയാൻ വേണ്ടിയിട്ടാണോ? നമ്മുടേതായ ഒരു പേരുണ്ടാക്കണം, സമൂഹത്തിൽ 4 പേര് നമ്മളെ മാനിക്കണം. ഇതൊക്കെയാണെങ്കിൽ നാം പണിയുന്നത് ടവറാണ്. അതേസമയം ടെമ്പിളിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അവിടെ അതും ഒരു പണിയാണ്. പക്ഷെ അതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് വസിക്കുവാനായിട്ട് അതിനകത്ത് ഒരു സ്ഥലമുണ്ടായിരിക്കും. അതെല്ലാം ദൈവിക പദ്ധതിക്കും പ്ലാനിനും അനുസരിച്ചായിരിക്കും പണിയുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ യെരൂശലേം ദേവാലയം ഒക്കെ പണിഞ്ഞപ്പോൾ അതിലെ ഓരോ പണികളും ദൈവത്തിൻ്റെ പ്രത്യേക ആ ഇൻസ്ട്രക്ഷനകത്ത് വെച്ചിട്ടാണ് ആ യെരൂശലേം ദേവാലയത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെയും കർത്താവിന് വേണ്ടി പണിയപ്പെടുമ്പോൾ
ദൈവിക ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മുടെ ഓരോ സ്റ്റേജുകളും ഓരോ കാര്യങ്ങളും നാം പണിയപ്പെടുവാനായിട്ട് ഇടയാകും. ഇവിടെ കർത്താവ് പറയുന്നു, നിങ്ങളെ ആത്മീയ ഗ്രഹമായിട്ട് നിങ്ങളെ ദൈവം പണിഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാം ജീവനുള്ള കല്ലുകളാണ്. നിങ്ങളെ ഒരുമിച്ച് ആത്മീയ ഗ്രഹമായിട്ട് പണിയുവാനായിട്ട് ആണ് ദൈവത്തിന് താല്പര്യം. പൗലോസ് വീണ്ടും ഇവിടെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ടവർ പണിയുവാനായിട്ടല്ല, നിങ്ങളെ ടെമ്പിൾ ആകുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അതൊരു ചോദ്യമായിട്ടാണ് താൻ ചോദിക്കുന്നത്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഹല്ലേലൂയ. ഇത്ര വളരെ സീരിയസ് ആയിട്ടൊരു വാണിംഗ് ആണ് ഇവിടെ പൗലോസ് നൽകുന്നത്. ദൈവത്തെ മന്ദിരത്തെ നശിപ്പിക്കുന്ന വ്യക്തികളുണ്ട്. വ്യക്തിപരമായും അവരുടെ ജീവിതം നശിപ്പിക്കുന്നവരുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിനാണ് കർത്തൃത്വമുള്ളത്. ദൈവം വസിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആലയം നശിപ്പിക്കുന്നവരെ പലതരത്തില് ഡിവിഷൻസും ഫോൾസ് ടീച്ചിങ്ങും പാപവും ഒക്കെ കൊണ്ടുവന്ന് ഈ ആലയം നശിപ്പിക്കുന്നവരെ, ഒരു കാര്യം മറന്നു പോകരുത്, അവരെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, ഈ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമല്ലോ, മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. കാര്യം പാപം വസിക്കുവാനുള്ളതല്ല, നമ്മുടെ കൂട്ടായ്മകളിലും പാപം വസിക്കുവാനുള്ളതല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും ഒന്നും ഇത് പാപത്തിന് വസിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമല്ല. പകരമായിട്ട് അത് ദൈവം വസിക്കുവാനായിട്ട് ഇടയാക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വ്യക്തിപരമായി, കുടുംബമായി, ദൈവസഭയായി, ഇതിലെല്ലാം അതിനകത്തൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അതിന്റെ ഇൻഫ്ലുവൻസിലാണ് പണിയപ്പെടേണ്ടതെന്നുള്ള കാര്യം ഇവിടെ വീണ്ടും നാം വായിക്കുന്നു. 18-ാമത്തെ വാക്യം തൊട്ട് വായിക്കാം. 18-19. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വം അത്രേ. അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നുവെന്നും കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥം എന്നറിയുന്നു എന്നും എഴുതിയിരിക്കുന്നുവല്ലോ. ഇവിടെ വീണ്ടും പൗലോസ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ജ്ഞാനികളെന്ന് വിചാരിക്കരുത്. ഇത് നേരത്തെയുള്ള ഭാഗത്തിൽ പൗലോസ് പിന്നെയും പറയുന്നു. കാര്യം അവിടുത്തെ ഏറ്റവും വലിയൊരു ചലഞ്ച്, ഒരുപാട് ജ്ഞാനികൾ വന്ന് പോകുന്ന ഒരു ചർച്ച ആയതുകൊണ്ട് ഇവരുടെ അകത്ത് തന്നെ ഒരു ചിന്തയുണ്ട്, അവർ ജ്ഞാനികളാണ്, അവർക്ക് ഒരു ഹ്യൂമിലിറ്റിയുടെ ഒന്നും ആവശ്യമില്ല, അവർക്ക് ക്രോസിന്റെ ആവശ്യമില്ല. അങ്ങനെയൊക്കെയുള്ള ആ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാൽ അവർ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. ഇവിടെയും നമുക്ക് ദൈവസന്നിധിയിൽ ജ്ഞാനിയായി തീരണമെങ്കിൽ ഭോഷനായെങ്കിലേ പറ്റത്തുള്ളൂ. ഒരുപാട് ജ്ഞാനവും കൗശലവും മാനിപ്പുലേഷനും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ, അവരെയൊക്കെ അവരുടെ കൗശലത്തിൽ ദൈവം പിടിക്കുവാനായിട്ട് ഇടയാകും. പൗലോസോട് പറയുകയാണ്, നിങ്ങൾ ദൈവസന്നിധിയിൽ ഭോഷരായിട്ടിരിക്കുക. ഒരുപക്ഷെ നിങ്ങളെ കളിപ്പിച്ചുകൊണ്ട് പോകുമായിരിക്കാം, നിങ്ങളെക്കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞ് ഉണ്ടാക്കുമായിരിക്കാം. അവിടെ എന്ത് തന്നെ ആയിരുന്നാലും അവിടെ പൗലോസ് പറയാം, നിങ്ങൾ ഭോഷന്മാരായിരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ജ്ഞാനം നിങ്ങളിൽ നിറവേകത്തുള്ളൂ, ദൈവം നിങ്ങൾക്ക് ജ്ഞാനം തരത്തുള്ളൂ. നിങ്ങൾ ദൈവസന്നിധിയിൽ ഹംബിളായിരിക്കണം. അതിന്റെ 20-ാമത്തെ വാക്യം, അതിന്റെ 19-ാമത്തെ വാക്യം, ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വം അത്രേ. നാം ഈ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും, ചർച്ചിലാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തുമാത്രം ഈ ലോകത്തിൻ്റെതായ മാനിപ്പുലേഷൻസും എന്തുമാത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മനുഷ്യൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെക്കാൾ ജ്ഞാനിയായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വളരെ അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വലിയ സ്മാർട്ട് ആകാനായിട്ട് നോക്കിയാൽ നമ്മളെക്കാൾ സ്മാർട്ടായ ഒരു ദൈവമുണ്ട് മേളില്. അവൻ പറയുന്നു, അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ദൈവസന്നിധിയിൽ ആരും പ്രശംസിക്കരുത്, സകലവും ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്, സകലവും നിങ്ങൾക്കുള്ളതല്ലോ.
പൗലോസോ അപ്പല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലതും നിങ്ങൾക്കുള്ളത്, നിങ്ങളോ ക്രിസ്തുവിനുള്ളത്, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. അവിടെ വീണ്ടും പൗലോസ് ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഫൗണ്ടേഷൻ ക്രിസ്തുവിലായിരിക്കണം. 1 കൊരിന്ത്യർ 1:18 പറയുന്നത് പോലെ അതിനകത്ത് ഒരു അൾട്ടിമേറ്റ് എക്സാമ്പിൾ, നിങ്ങളുടെ ജ്ഞാനത്തിന്റെ ഒരു അൾട്ടിമേറ്റ് എക്സാമ്പിൾ ദ ക്രോസ് ആണ്. ക്രോസ് ലോകത്തിന്റെ മുമ്പിൽ വളരെ വലിയൊരു ഫൂളിഷ്നെസ് ആണ്, പക്ഷേ അതിനകത്താണ് ദൈവത്തിന്റെ പവറും വിസ്ഡവും ഉള്ളത്. നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചതുപോലെ ഒരു ഒരു പാരഡോക്സിക്കലായിട്ടുള്ള ഒരു തോട്ട് പലയിടങ്ങളിലും പൗലോസ് ഇവിടെ കൊണ്ടുവരുന്നു. ലോകപ്രകാരം ചിന്തിക്കുന്നതും ദൈവവചനപ്രകാരമുള്ള ജ്ഞാനവും രണ്ടും വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണെന്ന് പൗലോസ് പറയുന്നു. അതിനാൽ പറയുന്നു, നിങ്ങൾ സ്വയമേ ബോസ്റ്റ് ചെയ്യുന്നവരായി മാറരുത്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും പ്രോപ്പറായിട്ടൊരു ഓർഡർ ഉണ്ടായിരിക്കണം. ആ ഓർഡർ ക്രൈസ്റ്റ് ആയിരിക്കണം നമ്മുടെ ഐഡന്റിറ്റി. ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്രിസ്തുവിൽ നിങ്ങളുടെ ഐഡന്റിറ്റിയെ നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത്. ഇപ്പം നിങ്ങളുടെ ചുറ്റുപാടുകളൊന്നും അല്ല നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഐഡന്റിറ്റി ക്രൈസ്റ്റിലാണ്. നിങ്ങളുടെ നിത്യത ക്രൈസ്റ്റിലാണ്. നിങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്തുന്നത് നിങ്ങൾ ക്രിസ്തുവിലാണ്. കാര്യം ക്രിസ്തുവിൽ ഫൗണ്ടേഷൻ ഇട്ടേക്കുന്നവരെ കുറിച്ചാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. പിന്നെ അവസാനമായിട്ട് 1-2 ആപ്ലിക്കേഷൻ സൈഡ് ഒന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ ഇവിടെ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. തുടർന്നുള്ള സമയങ്ങൾ ഡിസ്കഷനായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. ഒന്ന്, ബിൽഡ് വൈസ്ലി. ഇതാണ് വളരെ ശക്തമായിട്ട് ഈ ഭാഗങ്ങളിൽ നാം കാണുന്നത്. നമ്മുടെ ദൈവവചനം പ്രകാരം നമ്മുടെ ജീവിതം ബിൽഡ് ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാം ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും, നാം ദൈവസന്നിധിയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ക്വാളിറ്റി ഉള്ള കാര്യങ്ങളാണെന്നുള്ള കാര്യം നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കാം. പേരിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പ്രാർത്ഥനയാണെങ്കിൽ പോലും നാം അതിനു വേണ്ടിയിട്ട് ഇച്ചിരി വില കൊടുത്ത് ടൈം സ്പെൻഡ് ചെയ്ത് ദൈവസന്നിധിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് തന്നെ നമ്മളെ തന്നെ ശോധന ചെയ്താൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമല്ലോ ഏതൊക്കെ കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നാം ക്വാളിറ്റി ടൈം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പം ടൈമിൻ്റെ കാര്യം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വളരെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തിന് വേണ്ടി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ടൈം, ദ ക്വാളിറ്റി ടൈം, അത് ദൈവത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. അതുപോലെ നമ്മുടെ ഓരോ കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിൻ്റെ ലൈഫാണെങ്കിൽ പോലും ലൈഫിൽ ഏറ്റവും ക്വാളിറ്റി ടൈം ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രയോജനപ്പെടാം. അതല്ല, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ഇതെല്ലാം കഴിഞ്ഞിട്ട് റിട്ടയറൊക്കെ ആയിക്കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ദൈവത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടാം എന്ന് നമുക്ക് ചിന്തിക്കാം. ഞാൻ ഒരിക്കലും ഒരു ഫുൾ ടൈം മിനിസ്ട്രിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരുപാട് പേരും വളരെ നന്നായിട്ട് ജോലിയോട് കൂടെ തന്നെ മിനിസ്ട്രി ചെയ്യുന്നവരാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. നമുക്ക് ഓരോ കാര്യങ്ങളും മാറ്റിവെക്കാം, അല്ലെങ്കിൽ നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മാറ്റിവെക്കാം. പക്ഷെ ദൈവം നമ്മളെ ഇന്ന് ഈ കാലഘട്ടത്തിൽ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ക്വാളിറ്റി ടൈം, നമുക്കുള്ള ബെസ്റ്റ് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബെസ്റ്റ് കൊടുക്കുന്നവരുടെ ഈ തീയിലൂടെ കടന്നു പോകുമ്പോൾ അത് നിലനിൽക്കുവാനായിട്ടിടയാകും. അല്ലാത്തതൊക്കെ ഈ തീയ്ക്കകത്ത് വെന്തു പോകുവാനായിട്ടിടയാകും. അവരുടെ ഒരു വർക്കുകളും അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവൃത്തികളും നിലനിൽക്കുന്നില്ല എന്ന് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അവസാനമായിട്ട് താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഐഡന്റിറ്റി അത് കർത്താവിലാണ്. യു ബിലോങ്സ് ടു ക്രൈസ്റ്റ്. അതൊരിക്കലും മറന്നു പോകരുത്. നിങ്ങളുടെ ഐഡന്റിറ്റി കർത്താവിലായതുകൊണ്ട് നിങ്ങൾക്കതിൻ്റെ പ്രൊട്ടക്ഷനുണ്ട്. നിങ്ങളുടെ ഐഡന്റിറ്റി കർത്താവിലായതുകൊണ്ട് നിങ്ങളെ ആർക്കും കുറ്റം വിധിക്കാനായിട്ട് കഴിയത്തില്ല. കാര്യം നിങ്ങളുടെ പ്രവൃത്തി അനുസരിച്ചല്ല നിങ്ങളെ കുറ്റം വിധിക്കുന്നത്. നിങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടതായതുകൊണ്ട് അവനിലാണ് നമ്മുടെ ഐഡന്റിറ്റി. പിന്നെയും പൗലോസ് പറഞ്ഞതുപോലെ, ഇവിടെ നാം വായിച്ചതുപോലെ, നമ്മുടെ പ്രവൃത്തികളെല്ലാം യുവർ വർക്ക് വിൽ ബി ടെസ്റ്റഡ് ബൈ ഫയർ. സോ എന്ത് ദൈവസന്നിധിയിൽ ഇൻവെസ്റ്റ് ചെയ്താലും ഇൻവെസ്റ്റ് ഇൻ വാട്ട് ലാസ്റ്റ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കൊടുക്കുന്നതൊക്കെ വളരെ കെയർഫുൾ ആയിരിക്കട്ടെ. നമ്മുടെ ജീവിതം, ആത്മീയമായ ജീവിതം നാം പണിയുമ്പോൾ, നമ്മുടെ ഭവനം പണിയുമ്പോൾ ഓരോ കാര്യത്തിലും വളരെ കെയർഫുള്ളായിട്ട് നാം കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുവാനായിട്ടിടയാകും. അതിലെ പെയിൻറ്റും അവിടെ ഉപയോഗിക്കുന്ന ടൈൽസും ഒക്കെ വളരെ പർട്ടിക്കുലറായിട്ട് നാം പോയി സെലക്ട് ചെയ്യാറുണ്ട്. അത്രത്തോളം സൂക്ഷ്മത നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മളോട് തന്നെ ചോദിക്കണം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.